കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മെഗാ ശുചീകരണ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ ഒരു ദിവസം ഒരേ സമയം 7ഓളം കേന്ദ്രങ്ങളാണ് ഡിവൈഎഫ്ഐ ശുചീകരിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജെക്സി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി. മഴ മാറിയെങ്കിലും ഇപ്പോഴും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ദുരിതക്കയത്തിലാണ്. പ്രളയജലം ഒഴുകിയെത്തിയ ഇടങ്ങളിൽ വെള്ളക്കെട്ടും ചെളിയും അടിഞ്ഞുകൂടിയ അവസ്ഥയിൽ. ഈ സ്ഥലങ്ങളിലാണ് സഹായവുമായി ഡിവൈഎഫ്ഐ എത്തിയത്. സ്വാഭാവികമായി കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നീട് ബാധിക്കുക പടിഞ്ഞാറൻ പ്രദേശമാണ്. അതായത് കുട്ടനാടോട് ചേർന്ന് കിടക്കുന്ന കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര ഇങ്ങനെയുള്ള പഞ്ചായത്തുകളെയാണ്. ഈ പറയുന്നത് പോലെ പൊതുകേന്ദ്രങ്ങൾ, അതായത് ഇപ്പോൾ ഇത് കാഞ്ഞിര SNDP സ്കൂളാണ്. ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ്. കാഞ്ഞിര SNDP സ്കൂൾ, തിരുവാർപ്പ് സെൻറ്റ് മേരീസ് സ്കൂൾ, പഞ്ചായത്ത് കെട്ടിടം, അംഗനവാടികൾ ഇങ്ങനെയുള്ള പൊതുകേന്ദ്രങ്ങളാകെ രാവിലെ ഒരു 9:30 കൂടെ കേന്ദ്രീകരിച്ച് ഇല്ലിക്കൽ കവലയിൽ ഒത്തുചേർന്നു. 7 ടീമുകളായി വിവിധ നേതൃപദവി അലങ്കരിക്കുന്ന സഖാക്കളുടെ ചുമതലയിൽ 7 ടീമുകളായി വികേന്ദ്രീകരിച്ച് രാവിലെ മുതൽ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ അത് സമാപിക്കാറായി. ഒരേ സമയം 7ഓളം കേന്ദ്രങ്ങളിലായിരുന്നു ശുചീകരണം. ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും 200-ലേറെ പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായി. അംഗനവാടികൾ, അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ, സ്കൂൾ, പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരം ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈക്കം നമ്മുടെ വടയാർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വലിയ ശുചീകരണം നടത്തിയിരുന്നു. എല്ലാ പ്രദേശങ്ങൾക്കകത്തും ജില്ലയിലെ എല്ലാ താലൂക്കിലും പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം, വെള്ളമിറങ്ങുന്ന പ്രദേശത്തു നിന്നെല്ലാം ആ ഇറങ്ങുന്ന മുറയ്ക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പ്രാദേശികമായി ശുചീകരണ പ്രവർത്തനം യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. പ്രവർത്തകർ ഒന്നിച്ചിറങ്ങിയതോടെ മേഖലയിലെ സ്കൂളുകളും അംഗൻവാടികളും ആശുപത്രികളും പഴയ സ്ഥിതിയിലായി. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനം തുടരുവാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.